ഉണ്ടാവില്ല. ഞാൻ എടുത്തു. കറക്റ്റ് വലുത് നോക്കി എടുത്തോളിട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ വീട്ടിൽ പോയതല്ലേ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ന്യൂ ഇയറിൻ്റെ കുറച്ച് സ്പെഷ്യൽ പ്രോഗ്രാമുകളാണ് ഈ കാണുന്നത്. അപ്പോൾ 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിലുള്ളത് കേട്ടോ. എന്താ, ഞാനവിടെ ചിക്കൻ പൊരിക്കുകയാണ്. പിന്നെ ചിക്കൻ പൊരി, പിന്നെ അതുപോലെ കുബൂസ്, അങ്ങനെയൊക്കെയാണ് ന്യൂ ഇയറിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കേക്ക്, ഇത്രയും സംഭവങ്ങൾ ഉണ്ട്. തുടക്കത്തിൽ നിങ്ങളെ ഞാൻ പൊട്ടിച്ചിരിപ്പിച്ച് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു. പിന്നെ എന്തൊക്കെ വർത്താനങ്ങൾ എല്ലാവരും. അപ്പം നിങ്ങളെ ന്യൂ ഇയറൊക്കെ എന്തായി, കഴിഞ്ഞോ? ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം ആവാനായി. വീഡിയോ എപ്പോഴാണ് സെറ്റായി വരുന്നത്. അപ്പോൾ ചിക്കൻ അവിടെ പൊരിയുന്നു, ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുന്നു. ചതക്കൽ, പൊരിക്കൽ, തിന്നൽ രണ്ടും നടക്കുന്നുണ്ടല്ലേ. വർത്താനത്തിനുള്ളിൽ കൂടെ ലൈക്കും സബും പിന്നെ അതുപോലെ കമൻറ്റൊക്കെ ഇങ്ങനെ തന്നു പോയിക്കോളി കേട്ടോ. എല്ലാം അവിടെ നടക്കുക. എന്തായാലും ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പോൾ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു സെലിബ്രേഷൻ ഉള്ളൂ കേട്ടോ. അവന് മക്കൾ ഉള്ളതുകൊണ്ട് ഓൽക്കിപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ ഓരോ ആഘോഷങ്ങളും കേക്ക് മുറിയും കാണുമ്പോൾ ഓൽക്കൊരു വിഷമാവുണ്ടല്ലോ. അപ്പോൾ ഓൽക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ അനിയന് പോയി കണ്ട് ചിക്കനൊക്കെ കൊടുക്കും. ചിക്കൻ എന്താ വില അല്ലേ, ചിക്കനൊന്നും വാങ്ങൂല, അമ്മാതിരി വിലയാണ് ചിക്കന്. പിന്നെ ഇപ്പോൾ കുട്ടികളുടെ ഇപ്പോൾ വിലയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ തേജുട്ടനാണെങ്കിൽ ചിക്കൻ ഇല്ലാതെ ഇറങ്ങൂല, ചിക്കൻ വേണം അവന്. ഞാൻ പൊരിക്കാനിരുന്നാൽ എന്താ ഗുണം, ഞാൻ പൊരിക്കലും നടക്കും തിന്നലും നടക്കും. പിന്നെ ചോറിനാനാകുമ്പോഴേക്ക് തിന്നാൻ തോന്നൂല കേട്ടോ. അപ്പം തന്നെ ഞാൻ ഇതിലാറെ തിന്ന് കൂട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ചോറ് തിന്നാനാകുമ്പോൾ എനിക്ക് വേണ്ടതില്ല. അതാണ് അവസ്ഥ. അത് രസമല്ലേ വേകുമ്പോൾ തന്നെ ഇങ്ങനെ തിന്നണത്. പിന്നെ എന്താണോ, ഭാഗ്യത്തിന് തേജുട്ടനൊന്നും ഇതുവഴി വന്നിട്ടുണ്ടെങ്കിൽ ഈ തീറ്റ ഒന്നും കിട്ടൂല. ചിക്കൻ പൊരിച്ചത് പകുതിയാവും തിന്നൽ തുടങ്ങിയിട്ടുണ്ടാവും. അതാണ് അവസ്ഥ. അപ്പോൾ ഓരോക്കെ അപ്പുറത്തായതുകൊണ്ട് ഞാനിവിടെ നിന്ന് അങ്ങനെ പൊരിക്കുന്നു തിന്നുന്നു. അതാണ് അവസ്ഥ എൻ്റെത്. ഇങ്ങനെ പൊരിക്കുമ്പോൾ തന്നെ തിന്നണം ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല. എല്ലാവർക്കും ഈ ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ പൊരി അവിടെ കഴിഞ്ഞ് ഒക്കെ സെറ്റായി. അപ്പോൾ തന്നെ മക്കളോടെ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാട്ടോ. പറയ് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ പറയും. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ ചെറിയൊരു പീസും കൂടി. ഹാപ്പി ന്യൂ ഇയർ. അടിപൊളിയിട്ടാണ്ടാളും അങ്ങനെ കത്തിയോണ്ട് എടുത്തു കൊടുക്ക്. എന്നിട്ട് ഓന്റെ വായിൽ ഒരു പീസ്, ഓളോ വായിലൊരു പീസ് എടുക്കാൻ കിട്ടുന്നില്ല. ഒരു കുഞ്ഞി കണ്ട മുറിച്ചിന്. കേക്ക് മുറിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല ഈ ഒരു പരവേശം. അതേപോലെ ഓൽക്കും തന്നെ ഒരു സന്തോഷം കൊണ്ട് ഓൽക്ക് എന്താ കാണിക്കേണ്ടതെന്ന് ഓൽക്ക് അറിയുന്നില്ല. അപ്പോൾ ആ ഒരു കലാപരിപാടികളാണ് കാണുന്നത്. എന്താ പറയുക, നമ്മളെ പ്രായത്തിലൊന്നും നമുക്ക് ഇങ്ങനൊന്നും മുറിക്കാൻ അവസരമൊന്നും കിട്ടിയിട്ടുമില്ല. ന്യൂ ഇയർ എന്താ അതങ്ങനെ കഴിഞ്ഞു പോകും, അത്ര ഉള്ളതെന്ന് ഓർമ്മ. ഇന്നത്തെ കുട്ടികൾക്ക് പിന്നെ അപ്പൂപ്പൻ വരുന്ന ക്രിസ്മസ് അതുപോലെ ന്യൂ ഇയർ ഒക്കെ നല്ല ഓർമ്മയാണ് ഓൽക്ക്. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷൻ അങ്ങോട്ട് കഴിഞ്ഞു. ഇനി എല്ലാവർക്കും നല്ല ഒരു വർഷമാവട്ടെ ഈ ഒരു 2026. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ നമ്മളെ കേക്കിനങ്ങോട്ട് തിന്നാണ്. കേക്ക് ഇഷ്ടമല്ലാത്തവരും ആരും ഉണ്ടാവില്ല. എപ്പോഴേലൊക്കെ കിട്ടണോണ്ട് നമ്മളും തന്നെ അത്യാവശ്യം തിന്നു കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഞങ്ങളും തിന്നട്ടെ, നിങ്ങളും ഞങ്ങളെ കൂടെ പോകുന്നോളി, നമുക്ക് എല്ലാവർക്കും കൂടെ തിന്നാലോ. അങ്ങനെ പിന്നെ ഫുഡടിയൊക്കെ തുടങ്ങിട്ടോ. കേക്ക് മുറി കഴിഞ്ഞു, പിന്നെ ഫുഡടി. ആര് കരഞ്ഞാലും ഉള്ള കരഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ടേ? അല്ല എനിക്ക് മാത്രം മതിയാ. അത് നിന്നിട്ട് വേഗം പോയിക്കോട്ടെ മഞ്ചേരിക്ക്. ഒന്നും എനിക്ക് തരൂല. മുളകാണ് മുളക്. ഇത് നിന്നിട്ട് വേഗം പോയിക്കോ. അമ്മ ചോറാണ്ടിക്കോളി. എന്നാ പോയിക്കോട്ടോ. ഇത് തിന്നു കഴിഞ്ഞാ വേഗം പോയിക്കോ. ആ ഞാൻ കൊണ്ടാക്കി തരാം.
ഞാൻ കൊണ്ടാക്കി തരാ. ചേച്ചിയൊന്നുമില്ല, ഇജ്ജ് പെരുന്തീറ്റാണ്. എന്നെ ഇവിടെ നിർത്താൻ പറ്റൂല. ചുട്ടിക്കത് തീറ്റയാണ്. തിന്നാൻ കിട്ടിയ പിന്നെ എൻ്റെ മകന് വേറെ ലോകമൊന്നുമില്ല കേട്ടോ. ഓനങ്ങനെ തിന്നും. ചേച്ചിയായിട്ട് അടി ഉണ്ടാക്കിങ്ങാണ്ട് വന്നുള്ള തീറ്റയാണ് കേട്ടോ. ഓളവിടെ കരയുന്നുണ്ട്, ഓവിടെ തിന്നുന്നുണ്ട്. അപ്പോൾ നന്ദും തേജുട്ടനും അവിടെ തട്ടുന്നുണ്ട്, അവന് അപ്പുറത്ത് തട്ടുന്നുണ്ട്, ഞങ്ങൾ വീഡിയോ എടുത്ത് നടക്കണമുണ്ട്.